നമ്മളിപ്പോൾ പെരളശ്ശേരി അമ്പലം തൊഴുത് കഴിഞ്ഞ് ഇനി അടുത്ത് മക്രേരി അമ്പലത്തിലേക്ക് പോകണം. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ വനവാസ സമയത്ത് ഹനുമാർ സ്വാമികൾ പ്രതിഷ്ഠിച്ച അമ്പലമാണ് മക്രേരി അമ്പലം. പെരളശ്ശേരി അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾ മക്രേരി അമ്പലത്തിൽ വന്ന് തൊഴുതാൽ മാത്രമേ ദർശനം പൂർത്തിയാകൂ എന്നാണ് വിശ്വാസം. ഈ മുമ്പിൽ കാണുന്നതാണ് മക്രേരി അമ്പലം. മുമ്പിൽ കാണുന്നതാണ് മക്രേരി അമ്പലം. ഒരുപാട് പഴയ അമ്പലമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുള്ള ഒരമ്പലം കൂടിയാണ്. വലതും ഇടതും സൈഡിലായിട്ട് വലിയ പുതിയ ബിൽഡിങ്ങുകളും എല്ലാം വന്നിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമികളാണ് ഇതിനെ പുനരുദ്ധാരണം ചെയ്ത് ഇന്നത്തെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് ഒരുപാട് പൈസ ചെലവ് ചെയ്തിട്ട് പുതിയ പുതിയ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ശരിയായ മക്രേരി അമ്പലം. ഹനുമാർ സ്വാമി പ്രതിഷ്ഠിച്ച വിഗ്രഹമുള്ള അമ്പലമാണത്. അതിന് ഇടതുവശത്തായിട്ട് സുബ്രഹ്മണ്യൻ സ്വാമികളുടെ ഒരു അമ്പലം കൂടിയുണ്ട്. മുൻഭാഗത്തായിട്ട് വലിയൊരു നടപ്പന്തൽ, ഒരുപാട് ഭക്തജനങ്ങൾക്ക് നിൽക്കാനും പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു വലിയൊരു നടപ്പന്തൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മുൻഭാഗത്തായിട്ട് 2 ഉപക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ഒന്ന് മഹാവിഷ്ണുവും ഒന്ന് ഗണപതിയും. ഈ കാണുന്നതാണ് ഹനുമാരമ്പലം. നമ്മൾ ആദ്യം വന്നാൽ ഈ ഹനുമാരമ്പലത്തിലാണ്, ഇവിടെയാണ് തൊഴുവം. അതിനുശേഷമാണ് ഈ ആദ്യം ഹനുമാൻ സ്വാമി സ്ഥാപിച്ച പഴയ അമ്പലം അവിടെ തൊഴുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമികളാണ്. ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെപ്പ്, ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. ചുറ്റുമതിലെല്ലാം അത്രയധികം പഴയ ചുറ്റുമതിലാണ്. അതിന്നും അതേ ലെവലിൽ തന്നെ അത് ഇപ്പോഴും കാണാം. ഇത് ക്ഷേത്രത്തിനകത്താണ്. ചുമർ ചിത്രങ്ങളും ഒരുപാട് കൊത്തുപണികളിലുള്ള ഒരുപാട് പഴയ ആ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതിനെ ഒന്നും ചെയ്തിട്ടില്ല. അതേമാതിരി തന്നെ ഇപ്പോഴും ഉണ്ട്. വീക്ഷണ ഇത് ചുറ്റുമതിലിന് വെളിയിലായിട്ട് ക്ഷേത്രം നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇതുമാതിരി ഇരിക്കും. അതിന് ഇവിടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. നടപ്പാതയിലും കരിങ്കല്ല് വിരിക്കുന്നുണ്ട്. ഈ മതിൽ കാണുന്നില്ല, ഇത് വളരെ പഴയ അതേയുള്ളൊരു മതിലാണ്. അതേ രീതിയിൽ തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നുണ്ട്. ഇത് ദക്ഷിണാമൂർത്തിയുടെ മ്യൂസിയമാണ്. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ മ്യൂസിയമാണ്. ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് കിട്ടിയ എല്ലാ ഉപഹാരങ്ങളും എല്ലാം ഇതിനകത്താണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് ഭക്തജനങ്ങൾക്ക്, ഇവിടെ വരുന്ന ഭക്തജന
ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യമാണ് അവിൽ നിവേദ്യം. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത യാത്ര വേറൊരു ക്ഷേത്രത്തിലേക്കാണ്.